LISU Laureate 2K24. ചോദ്യം 1. 1896 മാർച്ച് 21 ആഗ്നസമ്മയുടെ പിൻഗാമിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം മരിയ ഗോൺസാഗമ്മ. ചോദ്യം 2. 1897 ജൂൺ 30 ആഗ്നസമ്മയുടെ അപേക്ഷയനുസരിച്ച് സ്മരണകൾ തുടർന്നെഴുതുവാൻ ആരാണ് കൊച്ചു ത്രേസ്യയ്ക്ക് ആജ്ഞ നൽകിയത്? ഉത്തരം മരിയ ഗോൺസാഗമ്മ. ചോദ്യം 3. കൊച്ചു ത്രേസ്യയുടെ വ്രതവാഗ്ദാന ദിനം? ഉത്തരം സെപ്റ്റംബർ 8. ചോദ്യം 4. അധ്യായം 10 അരോചക ജലമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? ഉത്തരം അഭിനന്ദനങ്ങൾ. ചോദ്യം 5. സാധു ചെറുപുഷ്പമായ വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? ഉത്തരം യേശുവിനെ അനുസരിക്കുന്നത്. ചോദ്യം 6. തൻ്റെ ആത്മാവിനെ സ്വർഗം വരെയും ഉയർത്തേണ്ടുന്ന ലിഫ്റ്റ് എന്താണെന്നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത്? ഉത്തരം അവിടുത്തെ തൃക്കരങ്ങൾ. ചോദ്യം 7. കൊച്ചു ത്രേസ്യയുടെ താല്പര്യവും ഏക അഭിലാഷവും എന്തായിരുന്നു? ഉത്തരം യേശുവിനെ പ്രസാദിപ്പിക്കുന്നത് മാത്രമാണ്. ചോദ്യം 8. മരിയ ഗോൺസാഗമ്മ ആശ്രമശ്രേഷ്ഠയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ നോവിസ് ഗുരുനാഥ എന്ന അവരുടെ ജോലിയിൽ സഹായിയായി നിയുക്തയായത് ആര്? ഉത്തരം കൊച്ചു ത്രേസ്യ. ചോദ്യം 9. ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ സഹിച്ച പരീക്ഷണങ്ങൾ വെളിപ്പെടുകയാണെങ്കിൽ എന്തെന്ത് വിസ്മയജനകമായിരിക്കും? ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്താണ്? ഉത്തരം വിശ്വാസത്തിനെതിരായ പ്രലോഭനം. ചോദ്യം 10. വേഗം സ്വർഗത്തിലെത്തി തന്നെ ദർശിക്കുമെന്ന പ്രതീക്ഷ എനിക്ക് നൽകുവാൻ അതിനിടയിൽ യേശു തിരുമനസ്സായി. ഇവിടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ സൂചിപ്പിക്കുന്ന ദിവസം ഏത്? ഉത്തരം ദുഃഖവെള്ളിയാഴ്ച. ചോദ്യം 11. ഋജുവും വളരെ ഹ്രസ്വവുമായ ഒരു വഴിയിലൂടെ, തികച്ചും നവീനമായ ഒരു കുറുക്കുവഴിയിലൂടെ സ്വർഗത്തിലെത്താൻ ഞാനൊരു ഉപായം കണ്ടുപിടിക്കും. വിശുദ്ധ കൊച്ചു ത്രേസ്യ കണ്ടുപിടിച്ച ഉപായം എന്താണ്? ഉത്തരം ലിഫ്റ്റ്. ചോദ്യം 12. ദിവ്യമണവാളൻ്റെ ആഗമനത്തെ വിദൂരത്തു നിന്നറിയിക്കുന്ന നേരിയ മർമ്മര രവം പോലെയായിരുന്നു അത്. ഇങ്ങനെ പ്രതിപാദിക്കുന്നത് ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ക്രിസ്താനുകരണം. ചോദ്യം 13. എന്തിനെക്കുറിച്ചുള്ള വിചാരമാണ് പരമാനന്ദപ്രദമായി ഭവിച്ചതെന്ന് അധ്യായം 10 പറയുന്നത്? ഉത്തരം സ്വർഗത്തെ. ചോദ്യം 14. കൊച്ചു ത്രേസ്യ തൻ്റെ കൊച്ചു ചരിത്രം എഴുതുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഉത്തരം അനുസരണത്തെ പ്രതി. ചോദ്യം 15. ആരും സ്വപ്നേബി വിചാരിക്കാതിരുന്ന വേറൊരു ഭൂഖണ്ഡമുണ്ടെന്ന് ബുദ്ധിവൈഭവത്താൽ തന്നെ ആർക്ക് മുന്നറിവ് നൽകിയെന്നാണ് പറയുന്നത്? ഉത്തരം ക്രിസ്റ്റഫർ കൊളംബസിന്. ചോദ്യം 16. സാധുക്കളായ അവിശ്വാസികൾക്ക് സൗഭാഗ്യനിലയമായിട്ടുള്ളതെന്ത്? ഉത്തരം സ്വർഗം. ചോദ്യം 17. സർവോപരി എന്നെ സ്പർശിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അധ്യായം 10 വിശുദ്ധ പറയുന്നത്? ഉത്തരം അമ്മ പൗളിൻ വിജയമാതാവിൻ്റെ പേരിൽ കഴിക്കുന്ന നൊവേനയും രോഗശാന്തിക്കായി ചൊല്ലിക്കുന്ന കുർബാനകളും. ചോദ്യം 18. പൗളിൻ വിജയമാതാവിൻ്റെ പേരിൽ നൊവേന ആരംഭിച്ചത് എന്ന്? ഉത്തരം 1897 ജൂൺ 5. ചോദ്യം 19. സഹോദരർ സമ്പൂർണമായ ഐക്യത്തിൽ ഒന്നിച്ച് വസിക്കുന്നത് കാമയും ഹൃദ്യവുമാണ്. സങ്കീർത്തനം 132:1 എന്ന് പാടിയത് ആര്? ഉത്തരം ദാവീദ് രാജാവ്. ചോദ്യം 20. നമ്മുടെ ഏറ്റവും അമൂല്യമായ നിധി? ഉത്തരം സഹനം. ചോദ്യം 21. അത് തന്നെ നമുക്ക് വലിയ സന്തോഷമായി തീരും. ഏത്? ഉത്തരം സഹനം. ചോദ്യം 22. ഒടുവിലത്തെ അത്താഴത്തിൽ തങ്ങൾക്ക് സ്വയം നൽകുവാൻ അവിടുന്ന് തയ്യാറായത് എങ്ങനെ? ഉത്തരം ദിവ്യകാരുണ്യമെന്ന അവർണ്യ രഹസ്യം വഴി. ചോദ്യം 23. ഓരോരുത്തരെയും അവരവരുടെ ചിന്താഗതിക്ക് വിട്ടേക്കുകയാണ് നല്ലതെന്ന് സൂചിപ്പിക്കുന്നത് എവിടെ? ഉത്തരം ക്രിസ്താനുകരണത്തിൽ. ചോദ്യം 24. പൗളിനുണ്ടായ രോഗത്തെപ്പറ്റി
അധ്യായം 10 പറയുന്നത് എന്താണ്? ഉത്തരം ശ്വാസനാളദീനം. ചോദ്യം 25. സ്വന്തം മേലങ്കി വിട്ടുകൊടുത്തേക്കുക എന്നതിൻ്റെ സാരം എന്താണ്? ഉത്തരം സ്വന്തം അവകാശങ്ങൾ സമൂലം ഉപേക്ഷിക്കുക എന്നതാണ്.